വിദ്യാർത്ഥികൾക്കെതിരായ അതിക്രമത്തിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധത്തിന് പ്രതിപക്ഷം. നടപടി ആവശ്യപ്പെട്ട് ഇന്നും സഭയിൽ ശക്തമായി വിഷയമുയർത്തും. പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നാണ് ആവശ്യം. അതേസമയം പരീക്ഷാ ക്രമക്കേടുകൾ തടയാൻ കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയുള്ള ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ച് മുഖം രക്ഷിക്കാനാണ് കേന്ദ്ര നീക്കം. പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾക്ക് പ്രതിപക്ഷം വഴങ്ങിയേക്കും. അതേസമയം പോലീസ് അതിക്രമത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. CJPയുടെ പാർലമെന്റ് മാർച്ചിനിടെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് 7 തവണ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുവെന്ന് ഗുരുതര കണ്ടെത്തൽ. ഇതിൽ 5 തവണ പ്രതിഷേധക്കാർക്ക് പെല്ലറ്റേറ്റു. കൊണാട്ട് പ്ലേസ് ഭാഗത്തുണ്ടായിരുന്ന റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത്. സമരക്കാർ കല്ലെറിഞ്ഞപ്പോഴാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് എന്നാണ് റിപ്പോർട്ട്. സോനം വാങ്ചുക് ഇന്ന് ആശുപത്രി വിടും. രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തും. ആദിൽ പാലോടുണ്ട് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ആദിൽ. സമരമൊഴിഞ്ഞ ദില്ലിയാണെങ്കിലും ഉള്ളിൽ പ്രതിഷേധത്തിന്റെ ഒളിച്ചൂടുണ്ട്. ഇന്ന് പാർലമെന്റിൽ അത് പ്രകടമാവുകയും ചെയ്യും. പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഇന്നും ഉയർത്താനാണ് സാധ്യത. പ്രധാനമന്ത്രി മാപ്പ് പറയണം, ഈ പെല്ലറ്റ് അടക്കം ഉപയോഗിച്ച അതിക്രമം കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ ആവശ്യപ്പെടുക. അതിനിടെ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബില്ല് സഭ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അതിന് പ്രതിപക്ഷം വഴങ്ങുമെന്നറിയുന്നു. എന്തൊക്കെയാണ് ദില്ലിയിൽ നിന്നുള്ള നമ്മുടെ CJP സമരവുമായിട്ടുള്ള പാർലമെന്റിലും അകത്തും പുറത്തു നിന്നുമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ? ആദിൽ പാലോൺ. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു കണ്ടെത്തൽ ഇപ്പോൾ ഈ സമയം വരുന്നത് RAFന്റെ ഈ പെല്ലറ്റ് ഗൺ ഉപയോഗവുമായി ബന്ധപ്പെട്ടാണ്. ഞാനിപ്പോൾ ജന്തർ മന്ദറിലാണ് നിൽക്കുന്നത്. ഇതിന് തൊട്ടടുത്താണ് കൊണാൾട്ട് പ്ലേസ് ഉള്ളത്. ആ കൊണാൾട്ട് പ്ലേസിൽ ഉണ്ടായിരുന്ന ഒരു RAF ഉദ്യോഗസ്ഥരാണ് ഈ പെല്ലറ്റ് ഗൺ പ്രയോഗിച്ചത് എന്ന കണ്ടെത്തൽ CRPFൻ്റെതായി ഇപ്പോൾ വരുന്നുണ്ട്. 7 റൗണ്ട് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇതിൽ 5 പെല്ലറ്റ് ഉപയോഗിച്ചപ്പോഴും അത് പ്രതിഷേധക്കാരുടെ ദേഹത്ത് കൊണ്ടു, 2 തവണ നിലത്തേക്ക് പതിച്ചു എന്ന കണ്ടെത്തലാണ് CRPFനുള്ളത്. വിശദമായ പരിശോധനയ്ക്ക് ഒരുങ്ങുക പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്ന കാര്യം സ്ഥിരീകരിക്കുകയാണ്. ഇത് പ്രതിപക്ഷം വലിയ തോതിൽ ആയുധമാക്കും. ഇന്നലെ രാഹുൽ ഗാന്ധി അമിത്ഷായ്ക്ക് കത്തയച്ചിരുന്നു ഈ പെല്ലറ്റ് ഗണ്ണിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട്. ഇപ്പോഴിതാ പ്രതിപക്ഷം ഈ പോലീസ് അതിക്രമങ്ങളെ അപലപിച്ചുകൊണ്ട്, പോലീസ് അതിക്രമങ്ങളിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം കടന്നാക്രമിക്കും. ഒരുപക്ഷെ സഭ വീണ്ടും പ്രക്ഷുബ്ധമാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ തിങ്കൾ മുതൽ വെള്ളി വരെ ആദ്യത്തെ ആഴ്ച മുഴുവൻ പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ ഇനി ഒരു ചർച്ചയ്ക്കുമില്ല എന്നതായിരുന്നു നിലപാട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അപ്പോഴും അമിത്ഷാക്കെതിരെ തിരിയുകയാണ് രാഹുൽ ഗാന്ധിയും സംഘവും എന്നതാണ് പാർലമെന്റിനുള്ളിൽ നമ്മൾ കാണുന്ന കാഴ്ച. അതിനൊപ്പം തന്നെ അരുൺ പറഞ്ഞതുപോലെ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനും കടുത്ത ശിക്ഷ പ്രതികൾക്ക് ഉറപ്പാക്കുന്നതിനുമുള്ള ബില്ല് ഇന്ന് പാർലമെന്റിൽ വരികയാണ്. ലോക്സഭയിൽ ജിതേന്ദ്ര സിംഗ് ആകും ഈ ബില്ല് അവതരിപ്പിക്കുക. ചർച്ച ചെയ്യാം എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. പക്ഷേ വ്യവസ്ഥകളിൽ ചർച്ച വേണം, വ്യവസ്ഥകൾ പരിശോധിക്കണം എന്ന ആവശ്യം കൂടി പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ഏതായാലും പല തരത്തിലുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു. പ്രതിപക്ഷമാകട്ടെ പോലീസിന്റെ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് വീണ്ടും സഭയിലേക്ക്, പാർലമെന്റിലേക്ക് പോകുന്ന കാഴ്ച, ജന്തർ മന്ദറിലെ കാഴ്ച ഇന്നും വേണമെങ്കിൽ പ്രേക്ഷകർക്ക് ഒന്ന് കാണിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിനുള്ളിലേക്ക് കടക്കാൻ ഒരു തരത്തിലും അനുവാദമില്ല എന്നാണ് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സുരക്ഷ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ആ വിധത്തിൽ പ്രത്യേകിച്ച് കേരള ഹൗസിലും അതിന് മുൻപുള്ള റോഡിലുമെല്ലാം അകത്തേക്ക് വരുന്നവരെ തടയുന്നുണ്ട്, നിയന്ത്രണമുണ്ട്. ആരെങ്കിലും ഈ രൂപത്തിൽ ഇനി വരുമോ എന്നൊരു പേടിയുണ്ടോ എന്ന നിലയിലൊക്കെ നമുക്ക് സംശയം തോന്നുന്ന രൂപത്തിലാണ് ചോദ്യങ്ങൾ. അകത്തേക്ക്, ഈ ജന്തർ മന്ദറിന്റെ ഈ സമരം നടക്കുന്ന ഭാഗത്തേക്ക് ഇപ്പോൾ കടക്കാൻ അനുമതിയില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും സമരം അതിൻ്റെ ഇപ്പോഴും അരുൺ പറഞ്ഞതുപോലെ ഡൽഹിയുടെ ഉള്ളിൽ സമരത്തിന്റെ ചൂട് ഇപ്പോഴുമുണ്ട്. അതിന്ന് പാർലമെന്റിൽ പ്രതിഫലിക്കുമെന്ന് കരുതുകയും ചെയ്യാമായിരുന്നു. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നന്ദൻ നീലേക്കനിയുടെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ സമിതി, ഒരു വിദഗ്ധ സമിതി ഇനി പൊതുപ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 2ാമത്തെ തവണയാണ് കേട്ടോ നരേന്ദ്രമോദി സർക്കാർ ഇത്തരത്തിലുള്ള പൊതുപ്രവേശന പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടൊരു കമ്മിറ്റി നിയോഗിക്കുന്നത്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, ISROയുടെ മുൻ ചെയർമാൻ K. രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഒരു 7-അംഗ സമിതിയെ നേരത്തെ തീരുമാനിച്ചിരുന്നു. വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. നിർദ്ദേശങ്ങളിൽ പലരും നടപ്പിലാക്കിയില്ല. അതിനിടയിലാണ് ഇപ്പോൾ നന്ദൻ നീലേക്കനിയെ കൂടി അധ്യക്ഷനായിക്കൊണ്ട് ഒരു ടെക്നിക്കൽ കമ്മിറ്റി, ഒരു ഹൈ പവർ ടെക്നിക്കൽ കമ്മിറ്റി എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ നടന്നാൽ മതി, സുതാര്യത ഉറപ്പുവരുത്തുക, വിദ്യാർത്ഥികളുടെ പ്രതീക്ഷയ്ക്ക് മേൽ മണ്ണുവാരി ഇടരുതെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.